നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അവധിയാണ്. അവധി ശേഷം വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ആദ്യത്തെ ഒരു കാഴ്ച മാർക്കറ്റിൽ നാസ്ഡാക്ക് ഏകദേശം ഒരു 500 പോയിന്റിലേറെ ഇടിഞ്ഞൊരവസ്ഥയിലാണുള്ളത്. നാസ്ഡാക്ക് ഇടിഞ്ഞെങ്കിൽ കൂടിയും ഡോയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ടെക്നോളജി കമ്പനീസ്, യുഎസിലെ ടെക്നോളജി IT കമ്പനീസിലാണ് ശക്തമായിട്ടുള്ളൊരു ഫോളിന് സാക്ഷ്യം വഹിച്ചത്. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള HDFCയും ICICI ബാങ്കിലും ചെറിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഏഷ്യൻ പെയിൻറ്റ് ഉൾപ്പെടെയുള്ള കുറച്ച് കമ്പനീസിൻ്റെ റിസൾട്ടിൻ്റെ റിയാക്ഷൻ നമുക്കിന്ന് കാണാം. കൂടാതെ തന്നെ ഇന്ന് ഹാവൽസിൽ ഉൾപ്പെടെയുള്ള ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. റിസൾട്ട് കാലഘട്ടമാണ്. ഓരോ കമ്പനികളുടെയും റിസൾട്ടൊക്കെ ആയിരിക്കും ഇനി മുന്നോട്ട് മാർക്കറ്റിനെ ഗതി നിർണ്ണയിക്കുന്നത്. കൂടാതെ തന്നെ ബഡ്ജറ്റ് വരുന്നുണ്ട്. അതിനു മുമ്പും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. മാർക്കറ്റ് ഇങ്ങനെ വരും അങ്ങനെ പോകുമെന്നൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് ഒരു 30 പോയിൻ്റ് താഴ്ന്ന ഒരവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ നിന്നും. കൂടാതെ കഴിഞ്ഞ അവസാന ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ FIIs ബയേഴ്സ് ആയിരുന്നു. DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളാണ് സെല്ലേഴ്സ് ആയിട്ടുള്ളത്. FIIസിൻ്റെയും DIസിൻ്റെ ആക്ടിവിറ്റീസ് പരിശോധിക്കുമ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1271 കോടി രൂപക്ക് ബൈയിങ്ങും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ട്. 529 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഇന്ന് കുറച്ച് മാർക്കറ്റിലുള്ള ഏഷ്യൻ പെയിൻറ്റ് ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ടിൻ്റെ ന്യൂസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം മറ്റുള്ള ഗ്ലോബൽ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം ഏഷ്യൻ പെയിൻറ്റ് തന്നെയാണ്. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 25% കുറവുണ്ടായി 1170 കോടി രൂപ. റവന്യൂവും 2% കുറഞ്ഞ ഒരവസ്ഥയിലാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ പെയിൻറ്റ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റ് ഉള്ളത്. L&T മൈൻട്രി കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 1% ഒരു കുറവ്, എന്നാൽ റവന്യൂ 5% ഒരു വർധനവ്. സെൻസാറ ടെക് കമ്പനി ഇവർ US ഒരു മേജറായിട്ടുള്ള ഒരു ബ്രിഗേഡ് വ്യൂ ലൈഫ് സയൻസ് കമ്പനീനെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. L&T ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 29% വർദ്ധിച്ചു. ലോൺ ഡിസ്ട്രിബ്യൂഷൻ 21% വർദ്ധിച്ചു. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 12% വർദ്ധിച്ചിട്ടുണ്ട്. സി എൻ്റർടൈൻമെൻറ്റ് കമ്പനി $239 മില്യൺ, അതായത് 2000 കോടി രൂപയുടെ അടുത്ത് അവർ ഫോറിൻ കൺവെർട്ടബിൾ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കമ്പനി ഫണ്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നുണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമ അവരുടെ പുതിയ ഒരു മെഡിസിൻ, എപ്പിലെപ്സി ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. നസാറ ടെക്കിൻ്റെ 2 സബ്സിഡിയറി കമ്പനിയുണ്ട്. ഓപ്പൺ പ്ലേ എന്ന് പറയുന്ന കൂടാതെ തന്നെ ഹാൽ പ്ലേ എന്ന് പറയുന്ന 2 ഗെയിമിംഗ് കമ്പനീസാണ്. അവർക്ക് GST കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് 1120 കോടി രൂപയുടെ GST നോട്ടീസ് കിട്ടിയതായിട്ടുള്ള ന്യൂസ്. അദാനി ഗ്രീൻ എനർജി കമ്പനി ഇവിടെ ഓപ്പറേഷൻ കപ്പാസിറ്റി 31% വർദ്ധിച്ചു. എനർജിയുടെ സെയിൽസ് 22% കമ്പനി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ONGC കമ്പനി ഇവർ ബൊക്കാറോയിൽ ഇവരുടെ കോൾ മൈനിങ് പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക വഴി കമ്പനിയുടെ റവന്യൂ ഉയർത്താൻ സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ബജാജ് ഇലക്ട്രിക്കൽ കമ്പനി ഇവിടെ MD CEO അഞ്ജു പൊഡാർ എന്ന് പറയുന്ന അദ്ദേഹം റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. KEC ഇൻ്റർനാഷണൽ കമ്പനി 1100 കോടി രൂപയുടെ ഓർഡർ കിട്ടി. IRDA കമ്പനി ഇവർ കർണാലയിലുള്ള ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് 290 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തുന്നുണ്ട്. K&R റെയിൽ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 45 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ജസ്റ്റ് ഡെയിൽ കമ്പനി, റിലയൻസ് ആണ് ആക്ച്വലി ജസ്റ്റ് ഡെയിലിനെ ഓൺ ചെയ്യുന്നത്. ഇവർ സെർച്ച് എഞ്ചിൻ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 69% വർദ്ധിച്ചു. കൂടാതെ തന്നെ റവന്യൂ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൊൽട്ട പാറ്റൽ കമ്പനി ഇവിടെ ഹയസ്റ്റ് ക്വാർട്ടർലി കളക്ഷനാണ് ഇവരുടെ കമ്പനി രേഖപ്പെടുത്തിയത്, 612 കോടി രൂപ. റയമണ്ട് കമ്പനി ഓട്ടോ കമ്പോണൻ്റ് ബിസിനസ്സിലേക്കും കൂടി കമ്പനി കാലെടുത്ത് വെക്കുകയാണ്. കമ്പനി റിയാലിറ്റി മേഖലയിൽ ശക്തമായിട്ടുള്ള ഉടുപ്പ് നടത്തി. കൂടാതെ തന്നെ റിയാലിറ്റി സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കമ്പനി ലോഞ്ച് ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഓട്ടോ കമ്പോണൻ്റ് ബിസിനസ്സിലേക്ക് വരുന്നത്. TVS മോട്ടോഴ്സ് കമ്പനി ഇവർ 6 പുതിയ മോഡൽ ബൈക്കുകൾ കമ്പനി ലോഞ്ച് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസാണ് ഉള്ളത്.
ഇനി നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1000 പോയിന്റ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 63,000, ബ്രന്റ് ഓയിൽ 85, ഗോൾഡ് തൊട്ടാൽ പൊള്ളുന്ന വിലയിൽ ഗോൾഡ് $2,458 പെർ ഔൺസ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിവിലാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 14.2. ഇന്നലെ ജർമ്മൻ മാർക്കറ്റ് ഇടിഞ്ഞു, ഫ്രാൻസ് മാർക്കറ്റ് ഫ്ലാറ്റായിരുന്നു, UK മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് 500 പോയിന്റ് ഇടിഞ്ഞപ്പോൾ ഡോ 240 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവായ ക്ലോസിങ്. US മാർക്കറ്റിലെ IT കമ്പനിയുടെ അവസ്ഥ ആകാം. NVIDIA എല്ലാം തന്നെ 6% ഇടിഞ്ഞു, ഫേസ്ബുക്ക് 6% ഇടിഞ്ഞു, ടെസ്ല 3%. മറ്റുള്ള കമ്പനീസിൻ്റെ പെർഫോമൻസ് കാണാൻ സാധിക്കും. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോയും മിക്സ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ. ICICI ബാങ്ക് 1% ഇടിഞ്ഞു, HDFC 1% അടുത്തിടിഞ്ഞു. ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. സ്പോട്ട് 24,600 ഉള്ളത്. റെസിസ്റ്റൻസ് സോൺ 25,000, സപ്പോർട്ട് സോൺ 24,000 എന്ന നിലയിലാണുള്ളത്. അപ്പോൾ PCR 1.24 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് FNO ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ വന്നുള്ളത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സെബിയും ഇവരുടെ ഉപദേശക സമിതിയും ഒരുപാട് നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട്. ലോട്ട് സൈസ് വർദ്ധിപ്പിക്കുക എന്ന് തുടങ്ങിയ ഒരുപാട് നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഡെയിലി എക്സ്പയറീസ് കുറയ്ക്കുക, ഇതെല്ലാം തന്നെ തീരുമാനത്തിലൊന്നും വന്നിട്ടില്ല. തീരുമാനത്തിൽ വരാനായിട്ട്, ഡിസിഷനായിട്ട് വരാനായിട്ട് കാലതാമസമുണ്ട്. കൂടാതെ തന്നെ ഒരു നിർദ്ദേശം വെക്കുക, അതിനർത്ഥം നിർദ്ദേശം വെക്കുന്നതെല്ലാം തന്നെ നിയമമാക്കുക എന്നുള്ളതല്ല. പല പല മേഖലയിൽ നിന്നും ഈ ഒരു സെബിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ അവരെടുത്തതിന് ശേഷം ഇലക്കും മുള്ളിനും കേടില്ലാതെ പരിഹരിക്കുക എന്ന് പറയും പോലെ തന്നെ ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെ വോളിയം ഇത്ര ശക്തമായിട്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും റവന്യൂ കുറയും. അപ്പോൾ എന്നാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ, റീറ്റെയിലേഴ്സിൻ്റെ എല്ലാം തന്നെ താല്പര്യങ്ങൾ നിലനിർത്തി നല്ലൊരു തീരുമാനം എടുക്കും. അത് എന്തായി മാറുമെന്ന് നമുക്കറിയില്ല. ആ തീരുമാനം വരുന്നവരെ അതിന് സ്പെക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഇവിടെ നടക്കുന്ന ഓൾമോസ്റ്റ് ഗെയിമും ഡെറിവേറ്റീവിനാണ് ഉള്ളത്. ആളുകൾ ഡെറിവേറ്റീവിന് ഒരു ഡെയിലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ആളുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് ലോങ് ടൈം വെൽത്ത് ക്രിയേഷനാണ്. അവർ രണ്ടും പാരലി പോകുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഒരാൾക്ക് ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് ആയിരിക്കാം ബെറ്റർ, എന്നാൽ അയാൾ മറ്റ് ടൈപ്പ് ട്രേഡിനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാം നിലനിൽക്കട്ടെ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു.